പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രേയ, ഇതെൻ്റെ അമ്മ പേര് പ്രഭ, എൻ്റെ പപ്പ പേര് ജാക്സൺ, എൻ്റെ അനിയൻ ആരോൺ. ഞങ്ങൾ ചെത്തി സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ഒക്ടോബർ 31 അതിനു മുൻപ് പലതവണയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടി എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും താമസിച്ച് നിന്നത് എനിക്ക് പാലിക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. കാരണം രാവിലെ 5:30 എഴുന്നേൽക്കണം. ഞാൻ ഇതുവരെ അത്രയും നേരത്തെ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്ന ആളല്ല. എൻ്റെ എക്സാം ടൈമിൽ പോലും ഞാൻ രാവിലെ 5:30 എഴുന്നേൽക്കാറില്ല. ആ ഒരു ടൈമിൽ എഴുന്നേൽക്കാറില്ല. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും കൃത്യമായി പാലിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കുന്നതിനൊരു 3 മാസം മുൻപേ ഞാൻ രാവിലെ 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് എല്ലാ ദിവസവും അച്ഛൻ്റെ ടോക്കുകൾ കാണുമായിരുന്നു. അങ്ങനെ എനിക്ക് എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകാനുള്ള അനുഗ്രഹം ലഭിച്ചു. പിന്നീട് അതൊക്കെ കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യമായി നിയോഗം വെച്ചത് എൻ്റെ അമ്മയുടെ ഓവറിയിലെ സിസ്റ്റ് ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തണേ മാതാവെന്നായിരുന്നു. അമ്മയും എല്ലാ ദിവസവും ഡെയിലി ബെഡ് പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തണേന്ന്. ആ സമയത്ത് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞതാണ്. 1 വർഷത്തോളം ട്രീറ്റ്മെൻറ്റും ചെയ്തതാണ്. പക്ഷേ സൗഖ്യം ലഭിച്ചിരുന്നില്ല. എല്ലാ ദിവസവും മാതാവിൻ്റെ നേർച്ച വസ്തുക്കളായ ഉടമ്പടി നേർച്ച വസ്തുക്കളായ വിശുദ്ധ തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഹോസ്റ്റലായിരുന്ന സമയത്തും ഞാൻ എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണേ മാതാവേന്ന്. അങ്ങനെ തന്നെ ഓപ്പറേഷൻ ഒന്നും കൂടാതെ പൂർണ്ണ സൗഖ്യം തന്ന് മാതാവ് ഈശോയും അനുഗ്രഹിച്ചു. ഒരു വർഷം കൂടുതലുണ്ടായിരുന്നു. ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണ സൗഖ്യം നൽകി മാതാവും ഈശോയും ഒത്തിരി അനുഗ്രഹിച്ചു. എൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യം എൻ്റെ ജോലിയുടെ കാര്യമാണ്. ഞാൻ ബിടെക് ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുൻപ് വരെ എനിക്ക് സെം എക്സാമിന് റിസൾട്ട് കിട്ടിയിരുന്നത് ഏകദേശം ഒരു 65% to 70% മാർക്കൊക്കെ ആയിരുന്നു സെം എക്സാമിൻ്റെ ടൈമിൽ റിസൾട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് വന്ന 3 സെം റിസൾട്ടിനും എനിക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്ക് തന്ന മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത്, ഞാൻ ഏത് എക്സാം എഴുതുന്ന സമയത്താണെങ്കിലും ഉടമ്പടി നേർച്ച വസ്തുക്കളായ വിശുദ്ധ തൈലവും ഉപ്പും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചും ഉപ്പ് വിതറി പ്രാർത്ഥിച്ചും ഒക്കെയാണ് ഞാൻ എക്സാമിന് പോയിക്കൊണ്ടിരുന്നത്. ഒരു തവണ എക്സാം എഴുതി കഴിഞ്ഞിട്ട് പേപ്പർ കൊടുക്കാനിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നതെന്ന്. ഞാൻ നോക്കിയപ്പോൾ എനിക്കറിയാവുന്നില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി കൂടുതലായിട്ടൊന്നും എഴുതാനില്ല. അപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നു നോക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ കാര്യമായി നോക്കിയപ്പോൾ ഞാൻ എവിടെയോ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടപ്പോൾ തെറ്റിപ്പോയി. പിന്നെ അങ്ങോട്ട് താഴത്തേക്കുണ്ടായിരുന്ന എല്ലാ ക്വസ്റ്റ്യൻ നമ്പറും മിസ്റ്റേക്കായിപ്പോയി, തെറ്റി. അങ്ങനെ മാതാവ് എനിക്ക് അടുത്ത് നിന്ന് അത് കാണിച്ചു തരികയാണ് ചെയ്തത്. ഞാനത് തിരുത്തി. പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് അയച്ചായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. എല്ലാം റിജക്ഷൻസ് തന്നെയായിരുന്നു. ആ സമയത്ത് റിക്രൂട്ട്മെൻറ്റും വളരെ കുറവായിരുന്ന ഒരു ടൈമായിരുന്നു. എന്നാലും വരുന്ന എല്ലാത്തിലും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിലും ഞാൻ അപ്ലൈ ചെയ്യുമായിരുന്നു. പക്ഷേ റിജക്ഷൻസ് തന്നെയായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് കിട്ടാനുള്ളൊരു അനുഗ്രഹമുണ്ടായി. അച്ഛൻ എന്നോട് പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കാൻ. അച്ഛൻ തന്നെ ആ നമ്പർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ആ നമ്പർ 14 എന്നായിരുന്നു. ആ നമ്പർ പറഞ്ഞിട്ട് എൻ്റെ മുഖത്തോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മനസ്സിൽ കണ്ട നമ്പറും 14 തന്നെയായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞ നമ്പറും സെയിം തന്നെയായിരുന്നു, 14 തന്നെയായിരുന്നു. ധൈര്യമായിട്ട് പൊക്കോളൂ എന്ന് എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. പക്ഷെ എന്നാലും 14 എന്നൊരു നമ്പറുമായി കണക്ട് ചെയ്യുന്നതൊന്നും വന്നിരുന്നില്ല. പിന്നെ ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ഒരു സമയത്ത് എനിക്ക് 5ാമത്തെ ഉടമ്പടി പുതുക്കേണ്ട സമയത്ത്, ഞാൻ അതിനു മുമ്പ് വരെ എല്ലാ ഉടമ്പടിയും കറക്റ്റ് 90 ദിവസം കഴിയുമ്പോൾ വന്ന് പുതുക്കാറുണ്ട്. പക്ഷേ ആ ഒരു തവണ മാത്രം ഞാൻ കുറച്ച് ലാഗ് ചെയ്തു, കുറച്ച് ഉടമ്പടി ഉഴപ്പി. ഞാൻ അതിന് മാതാവിനോട് ഇവിടെ വെച്ച് ക്ഷമ ചോദിക്കുകയാണ്. എന്നാലും ഞാൻ ആ ഉടമ്പടി പുതുക്കുന്നതിന് മുൻപ് മാതാവിനോട് ചോദിച്ചിരുന്നു, മാതാവേ, അടുത്ത തവണ ഞാൻ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുന്നതെന്ന്. കറക്റ്റ് 90ാമത്തെ ദിവസം എനിക്ക് ഒരു കമ്പനിയിൽ നിന്ന് കോൾ വരികയാണ്. അവിടെ ഞാൻ ഓൾറെഡി 1 വർഷം മുൻപ് അപ്ലൈ ചെയ്തു, എല്ലാ റൗണ്ട്സും ഇൻ്റർവ്യൂസും പാസ്സായി. അത് കഴിഞ്ഞിട്ട് ആ കമ്പനിയിലുണ്ടായിരുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അവർ ആ ഒരു ബാച്ചിനെ ഫുള്ള് റിജക്റ്റ് ചെയ്തു. പിന്നെ ഞാൻ അത് നോക്കിയില്ല. എനിക്ക് അവിടെ നിന്ന് തന്നെ പിന്നെയും കോൾ വരികയാണ്, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മുന്നോട്ട് പോകാവുന്ന രീതിയിൽ. ഞാനത് ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ജോലിയാണ്.
അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ ജോലി കിട്ടി. പക്ഷേ ആ ജോലി കിട്ടിയിട്ടും എനിക്ക് ഒരു വലിയ ഹാപ്പിനെസ് തോന്നുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ എനിക്കുള്ളിലിങ്ങനെ തോന്നിക്കുകയാണ്, ഇത് നിനക്കൊരു ആഗ്രഹം സാധിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഇതെല്ലാം നിനക്കുള്ളതെന്ന്. അങ്ങനെ 1 മാസം കഴിയുമ്പോഴത്തേക്കും ഞാൻ മറ്റൊരു ബെറ്റർ ആയിട്ടുള്ള കമ്പനിയിൽ അപ്ലൈ ചെയ്ത് ഇതിന് മുൻപ് അവിടെ ഒരു തവണ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് റിജക്റ്റ് ആയതാണ്. പക്ഷേ ഈ തവണ അപ്ലൈ ചെയ്തപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇൻ്റർവ്യൂ ഇൻവിറ്റേഷൻ മെയിൽ വന്നു. ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ അസസ്മെൻ്റ് ആയിരുന്നു. ഈ ഓൺലൈൻ ടെസ്റ്റുകൾക്ക് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. സ്ക്രീനിന് മുന്നിൽ നിന്ന് മാറാൻ പാടില്ല, റെക്കോർഡഡ് എക്സാം ആയിരിക്കും, ഓഡിയോ വീഡിയോ എല്ലാം റെക്കോർഡഡ് ആയിരിക്കും. അതുപോലെ വേറെ ടാബ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരത് സ്പോട്ടിൽ റിജക്റ്റ് ചെയ്യാറുള്ളൂ. ഞാൻ എപ്പോഴും വിശുദ്ധ ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഉപ്പ് വിതറിയൊക്കെ ആ എക്സാമിന് നിന്നു. ഒരു കുഴപ്പമില്ലാതെ എക്സാം എഴുതി. ഫൈനൽ ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ സ്ക്രീൻ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. എനിക്ക് ഫൈനൽ ക്വസ്റ്റ്യൻ വരുന്നില്ല. ഫൈനൽ ക്വസ്റ്റ്യൻ ഒരൊറ്റ സെക്ഷനാണ്, അപ്പോൾ അതെന്തായാലും അറ്റൻഡ് ചെയ്യണം. പക്ഷേ എനിക്ക് ആ ഫൈനൽ ക്വസ്റ്റ്യൻ വരുന്നില്ല. സ്ക്രീൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു. എൻ്റെ സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സമയം തീരാൻ സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതൊന്നും പറ്റുന്നില്ല. ഇത്രയും നേരം ചെയ്തത് വെറുതെ ആയിപ്പോയി എന്നുള്ള രീതിയിൽ ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തു. ഞാൻ ആദ്യം വിചാരിച്ചു ഇൻ്റർനെറ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും, പക്ഷേ അതൊന്നുമല്ല. എന്തോ ഇങ്ങനെ സ്ക്രീൻ സ്റ്റക്കായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനിൻ്റെ മുന്നിൽ നിന്ന് മാറി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ മാറി നിന്നു. പിന്നെ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ആദ്യം കിട്ടിയ ലിങ്കിൽ ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു. എനിക്ക് ഈ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിട്ടി. പെട്ടെന്ന് ആ ഒരു കിട്ടിയ ഒരു ഇതിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. പക്ഷെ അത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനത് കറക്റ്റായിട്ടല്ല ആൻസർ ചെയ്തത്. അങ്ങനെ എനിക്ക് സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഓൾറെഡി ടൈമൊക്കെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സബ്മിറ്റ് ആയോന്നും എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് 2025 അച്ഛൻ്റെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഒത്തിരി തവണ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ബുക്ക് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാനായിട്ട്. മരിയൻ ഉടമ്പടി പദ്ധതിയും പ്രയോഗവും. ഞാൻ ആ ഒരു ടൈമിലൊക്കെ എപ്പോഴും പത്രമൊക്കെ കംപ്ലീറ്റ് പ്രാർത്ഥിച്ച് വായിച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോഴും തോന്നും ഇതൊന്ന് കംപ്ലീറ്റ് വായിക്കുന്നത്. ഞാൻ വായിക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുക എന്നല്ലാതെ കംപ്ലീറ്റ് വായിച്ചിരുന്നില്ല. എനിക്ക് കൈ കിട്ടിയപ്പോൾ മുതൽ തന്നെ ഞാൻ ഈ ബുക്കിൽ നോക്കി തന്നെയായിരുന്നു എല്ലാ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരുന്നത്. പക്ഷെ കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഓൺലൈൻ ടെസ്റ്റ് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം രാത്രി ഞാൻ ഈ ബുക്ക് വായിക്കാനിരുന്നു. കംപ്ലീറ്റ് വായിച്ചു തീർന്നപ്പോൾ 11:58 രാത്രി 11:58. കൃത്യം 11:58 തന്നെ എനിക്ക് അടുത്ത മെയിൽ വരികയാണ്. ആദ്യം എഴുതിയ ഓൺലൈൻ ടെസ്റ്റ് ഞാൻ പാസ്സായിട്ടുണ്ട്. എനിക്ക് അടുത്ത ഇൻ്റർവ്യൂ സെലക്ഷൻ മെയിൽ വന്നു. അത് ശരിക്കും എനിക്കവിടെ ഒരു മെറിറ്റും ഇല്ല. എനിക്കവിടെ 0 മെറിറ്റാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ മാതാവും ഈശോയും എനിക്ക് അത് തരുന്നതാണെന്ന് എനിക്ക് അപ്പം തന്നെ അത് ഉറപ്പായി. അങ്ങനെ ഞാൻ അടുത്ത റൗണ്ടിലേക്ക് കയറി. അടുത്ത റൗണ്ടും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. ആ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ സിസ്റ്റം നമ്പർ വരുന്നത്, ആ ഒരു റോയിൽ സിസ്റ്റം നമ്പർ വരുന്നത് 20 to 30 വരെയാണ്. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് മാത്രം എൻ്റെ സിസ്റ്റത്തിൻ്റെ നമ്പർ മാത്രം 7 ആയിരുന്നു. അങ്ങനെ മാതാവ് എനിക്ക് അടയാളങ്ങൾ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. ഞാൻ ഇതിന് മുൻപ് അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒത്തിരി പേര് സാക്ഷ്യം പറയുമ്പോൾ അടയാളങ്ങളോട് കൂടിയുള്ള സാക്ഷ്യം എനിക്കും പറയാൻ പറ്റണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതും മാതാവ് എനിക്കിപ്പോൾ സാധിച്ചു തന്നു. കാരണം ഇതിനു മുമ്പും ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കാറുണ്ടായിരുന്നു. പക്ഷേ അടയാളങ്ങളൊന്നും അങ്ങനെ കിട്ടാറുണ്ടായിരുന്നില്ല. അങ്ങനെ ആ റൗണ്ടും മാതാവ് അനുഗ്രഹിച്ചു എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടിലേക്ക് സെലക്റ്റായി. അടുത്ത റൗണ്ട് ഇൻ്റർവ്യൂ ആയിരുന്നു. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ടോപ്പ് ടയർ കോളേജസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ്. അവർക്കെല്ലാവർക്കും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ മാത്രം അവിടെയും എനിക്കും 0 മെറിറ്റാണ്. പക്ഷേ അവരിൽ നിന്നൊക്കെ മാതാവ് എന്നെ സെലക്ട് ചെയ്ത് എനിക്ക് ആ ജോലി തന്ന് ഈശോയും മാതാവും എൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തി. എൻ്റെ രണ്ട് ജോലിയും കിട്ടിയത് രണ്ടും MNCയിലാണ്. രണ്ടും ഇൻ്റർവ്യൂ ഡേറ്റ് 14 ആയിരുന്നു. ആ 14 തന്നെയാണ് എനിക്കിവിടെ അച്ഛൻ എന്നോട് പറഞ്ഞ ആ ഒരു ഡേറ്റ്. ഞാൻ മനസ്സിൽ വിചാരിച്ച ഡേറ്റും 14 തന്നെയാണ്. അങ്ങനെയും എനിക്ക് അടയാളം തന്ന് മാതാവ് അനുഗ്രഹിച്ചു. എൻ്റെ 3ാമത്തെ ഉടമ്പടി സാക്ഷ്യം എൻ്റെ അനിയന് കോളേജ് അഡ്മിഷൻ ലഭിച്ചതാണ്. അവന് ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം.
പക്ഷേ അവൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറേ സമയമെടുക്കും. എൻട്രൻസിലൊക്കെ കുറേ സമയമെടുത്ത് അറ്റൻഡ് ചെയ്താൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ റാങ്ക് കുറവായിരുന്നു. നമ്മളൊരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ മാതാവ് അവനെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ അവനും ഏറ്റവും നല്ലൊരു കോളേജിൽ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ, അവിടുത്തെ ഏറ്റവും നല്ല കോഴ്സിന് അഡ്മിഷൻ ലഭിച്ച് അവനെ അനുഗ്രഹിച്ചു. പിന്നെ പണ്ടെപ്പോഴും ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം പോലെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു മാതാവിനോട്, മാതാവേ എപ്പോഴെങ്കിലും എനിക്ക് ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ അതൊരു വെനസ്ഡേ ആയിരിക്കണേന്ന്. എനിക്ക് 2 ജോബ് ഓഫർ ലെറ്ററും വന്നതും വെനസ്ഡേ തന്നെയായിരുന്നു. ഞാനതൊക്കെ പിന്നെ മറന്നുപോയി, കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. പക്ഷെ മാതാവ് അത് മറന്നിട്ടില്ലായിരുന്നില്ല. എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ എല്ലാ ദിവസവും എന്നെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ കൂടുമായിരുന്നു. പിന്നെ കുർബാന കൂടുമായിരുന്നു. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുമായിരുന്നു, ബൈബിൾ വായിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ പറ്റി. അത് എല്ലാ ചൊവ്വാഴ്ചത്തെയും ഉടമ്പടി ധ്യാനം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ആദ്യമായിട്ടായിരുന്ന സംശയം, എനിക്ക് എന്തിനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യം. അതെനിക്ക് ക്ലിയറായിട്ട് അറിയില്ലായിരുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാനതങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആ ചൊവ്വാഴ്ച തന്നെ അച്ഛൻ പറയുകയാണ്, ഇത്രയും നാളും ഇവിടെ ജീവിച്ചിട്ട് ഒരു തവണ പോലും മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ജീവിതമൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഈശോയും പിതാവായ ദൈവത്തോട് പറയും എനിക്ക് ഇയാളെ അറിയില്ല എന്ന്. അതുപോലെ തന്നെ നിത്യജീവിതത്തെക്കുറിച്ചും എനിക്കിങ്ങനെ ഞാനത് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചിരുന്ന സമയത്ത് ആ ആഴ്ച തന്നെ അച്ഛൻ പറയുകയാണ്, നിത്യജീവിതം എന്ന് വെച്ചാൽ ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് ഇടം ലഭിക്കുക എന്നാണ്. അങ്ങനെ എനിക്ക് ഉടമ്പടി ധ്യാനം വഴി ഒത്തിരി ഉടമ്പടിയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചു. മനസ്സിലാക്കി കൂടുതൽ ബെറ്ററാക്കി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, എല്ലാ മാസവും ഇവിടെ വന്ന് കൃപാസനം പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലും റോഡ് സൈഡിലുള്ള എല്ലാവർക്കും പിന്നെ അറിയാത്തവർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഞാനിങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് എനിക്കൊരു 3 പേര് എനിക്കവരെ സഹായിക്കാൻ പറ്റി, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സഹായിക്കാൻ പറ്റി. പിന്നെ അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത് ഹോസ്പിറ്റലിലുള്ള രോഗികൾക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. അതുപോലെ ഓൺലൈനിലൊക്കെ സഹായം ചോദിക്കുന്ന രോഗികൾക്ക് പൈസ അയച്ചു കൊടുക്കാൻ സാധിച്ചു. ഈ മാസം എൻ്റെ ബർത്ത്ഡേ ആണ്. ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റി. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ ഉയർത്തിയത് തന്നെയാണ് എനിക്ക് ഈ ബർത്ത്ഡേ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക്. എനിക്ക് ഒരു തവണ കുർബാന കഴിഞ്ഞ് ഞാനിങ്ങനെ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സുഗന്ധാഭിഷേകം കിട്ടി. അത് വളരെ സെക്കൻഡ്സിലേ മാത്രം നിന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ സ്റ്റക്കായി നിന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഇത് അമ്മ തന്നെ ആണെങ്കിൽ എനിക്കിത് ഒരു തവണ കൂടെ വേണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞതും കറക്റ്റ് അതേപോലെ തന്നെ ആ ഒരു ടൈം സെക്കൻഡ്സിൽ തന്നെ എനിക്ക് പിന്നെയും അത്രയും നല്ലൊരു സുഗന്ധം കിട്ടി. നല്ലൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാം വചനമാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ടാകും നീ പോകുന്ന എല്ലായിടത്തും. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ശ്രിയ എന്ന മകൾ നമ്മളോട് പങ്കുവച്ചത്. ഈ മകളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുക്കാനായിട്ട് അതിന് നിബന്ധനകളനുസരിച്ച് പാലിച്ച് ജീവിക്കാൻ സാധിക്കുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു ഈ കൊച്ചുമകൾക്ക്. 3 മാസത്തോളവും ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് നേരത്തെ എഴുന്നേറ്റ് ഡെയിലി ബ്രെഡ് കൂടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് നല്ല ഒരു പ്രിപ്പറേഷന് ശേഷം മാത്രമാണ് ശ്രിയ ഉടമ്പടി എടുക്കുന്നത്. ആദ്യമായിട്ട് ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും അമ്മയുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. ഓവറിയിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു, ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. 1 വർഷത്തോളവും പല ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തു. സർജറിയാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത്. പിന്നീട് ഈ മകൾ വിശ്വാസത്തോടെ ഉടമ്പടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സർജറി കൂടാതെ തന്നെയാണ് അമ്മയ്ക്ക് രോഗസൗഖ്യം ലഭിച്ചത്. നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം മകൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. സ്വന്തം വയറ്റിൽ തേച്ച് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ
ശ്രീയയുടെ അമ്മ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഈ കുടുംബം ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ശ്രീയയുടെ പഠിത്തത്തിൻ്റെ കാര്യവും. ബിടെക് ഫൈനൽ എക്സാം എഴുതിക്കൊണ്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുൻപെല്ലാം 65% മാർക്കാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് ഡിസ്റ്റിങ്ഷനാണ് എല്ലാ സബ്ജക്റ്റിനും. അപ്പോൾ തന്നെ ശ്രീക്ക് മനസ്സിലായി, ഇതെൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. എൻ്റെ മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ പരീക്ഷയിലും ഡിസ്റ്റിങ്ഷൻ കിട്ടുമെങ്കിൽ അത് ഈശോയുടെ ഒരു വലിയ കൃപയാണ്. ദാറ്റ് ഇസ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. പിന്നീട് എക്സാമിന് പോകുമ്പോഴെല്ലാം നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. വെഞ്ചരിച്ച ഉപ്പും കാശുരൂപവും ഉടമ്പടി തൈലവും തേച്ച് പ്രാർത്ഥിച്ചാണ് ഈ മകൾ പോയിക്കൊണ്ടിരുന്നത്. പരീക്ഷയുടെ സമയത്തും വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. പരീക്ഷ ഫൈനൽ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് ഉള്ളിലൊരു ഉൾപ്രേരണ, ഒന്നുകൂടി ചെക്ക് ചെയ്തു എന്ന്. സ്ത്രീക്ക് തോന്നി എല്ലാം എഴുതിയിട്ടുണ്ട് എന്ന്. പക്ഷേങ്കിൽ ഈ പ്രചോദനം മൂലം ഒന്നുകൂടി ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ക്വസ്റ്റ്യൻ നമ്പർ റോങ് ആണെന്ന്. പിന്നീട് അത് കറക്റ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ കോഴ്സ് കംപ്ലീറ്റ് കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും ആപ്ലിക്കേഷൻ അയച്ചു ജോലിക്ക് വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഫലമൊന്നും ഉണ്ടായില്ല. പിന്നീടാണ് കൃപാസനം അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ പറഞ്ഞു മനസ്സിലൊരു നമ്പർ കാണുക എന്ന്. ഈ മകൾ വിചാരിച്ച് ഒരു നമ്പർ അച്ഛൻ പ്രാർത്ഥിച്ചു മകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു 14 എന്ന്. ശ്രീയ മനസ്സിൽ വിചാരിച്ചതും 14 എന്ന നമ്പറാണ്. അത് പിന്നീട് ശ്രീയ പറയുന്നുണ്ട്, ഓരോ ഇൻ്റർവ്യൂ കോൾ വന്നതും ആദ്യത്തെ കോൾ വന്നത് മാർച്ച് 14-നും സെക്കൻഡ് കോൾ വന്നത് മെയ് 14-നുമാണ്. ഈ 2 ഇൻ്റർവ്യൂവിനും എല്ലാം ഡേറ്റ് വന്നത് 14-നാണ്. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അവിടെയെല്ലാം ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നുമാണ്. പിന്നീട് 5ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴാണ് ഈ മകളൊരു അടയാളം ചോദിച്ചത്. ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഈ മകളുടെ കൂടെ പ്രാർത്ഥിക്കാൻ സമയത്തെല്ലാം അമ്മയുടെ ഒരു സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഈ മകൾ ഇൻ്റർവ്യൂ എഴുതിയപ്പോഴെല്ലാം സ്റ്റക്കായി പോയ സ്ക്രീൻ പോലും അവിടെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഷട്ട് ഡൗൺ ആയപ്പോൾ വീണ്ടും അത് റിവോക്ക് ചെയ്തു. അങ്ങനെ ആ സമയത്ത് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഒരു ചൊവ്വാഴ്ച ധ്യാനത്തിലാണ് മരിയൻ ഉടമ്പടി പുസ്തകം നമുക്കറിയാം, നമ്മളെപ്പോഴും പ്രാർത്ഥന ചൊല്ലുന്നതാണ്. രാവിലെ പ്രഭാത പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും ഒക്കെ ചെല്ലും. പക്ഷേങ്കിൽ പലപ്പോഴും ആ 2 പേജ് മാത്രമാണ് നാം എടുക്കാറുള്ളത്. പേജ് 34-ഉം പേജ് 35-ഉം മാത്രം. പക്ഷേങ്കിൽ അന്നൊരു ഉൾപ്രേരണയാണ് ആ പുസ്തകം മുഴുവൻ വായിച്ച് ഒന്ന് മനസ്സിലാക്കണമെന്ന്. അങ്ങനെ ആ ദിവസം ശ്രീയ പുസ്തകം മുഴുവനായിട്ട് വായിക്കുകയാണ്. മരിയൻ ഉടമ്പടി പുസ്തകം നമുക്കെല്ലാവർക്കും നമ്മുടെ കയ്യിലുള്ളതാണ്. ഉടമ്പടി എടുക്കുന്ന ദിവസം നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ആ പുസ്തകമാണ്. പലപ്പോഴും നമ്മൾ മിക്കവാറും ആ 2 പേജ് മാത്രമായിരിക്കാം നാം നോക്കിയിട്ടുള്ളത്. പക്ഷേങ്കിൽ സ്ത്രീക്ക് അന്നൊരു പ്രചോദനം വന്നു, പുസ്തകം മുഴുവൻ ഒന്ന് വായിക്കണം. അങ്ങനെ വായിച്ചു കിടന്നു. 11:58 വരെ വായിച്ചു. അങ്ങനെയാണ് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്ന അന്ന് തന്നെയാണ്. അങ്ങനെയാണ് ഈ മകൾ ഇൻ്റർവ്യൂവിന് സെലക്ഷൻ ആവുന്നത്. അങ്ങനെ അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമാണ്. പിന്നീട് സിസ്റ്റം കിട്ടിയപ്പോഴും 20-നും 30-നും ഇടയ്ക്ക് വരുന്ന നമ്പറാണ് അവിടെ വരേണ്ടത്. പക്ഷേങ്കിൽ സ്ത്രീക്ക് മാത്രം സിസ്റ്റത്തിൽ നമ്പർ 7 ആണ് കിട്ടുന്നത്. അവിടെയും അമ്മയുടെ ഒരു സാന്നിധ്യമാണ് സ്ത്രീക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം നമുക്കറിയാം, അമ്മ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30-നാണ് ഈ ആലയത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. നമ്മുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായ മക്കളുടെ ജീവിതത്തിലെല്ലാം 7 എന്ന നമ്പറിന് ഒരു വലിയ ഒരു പ്രാധാന്യമാണുള്ളത്. കാരണം അമ്മയുടെ ദിവസമാണ്. അങ്ങനെ സിസ്റ്റത്തിൽ 20-നും 30-നും ഇടയ്ക്ക് വരേണ്ട നമ്പർ സ്ത്രീക്ക് മാത്രം 7 കിട്ടിയപ്പോൾ അവിടെയും ഒരു വലിയ ഒരു അടയാളമാണ് അമ്മ സ്ത്രീക്ക് കാണിച്ചു കൊടുത്തത്. ഞാൻ മോളുടെ കൂടെ ഉണ്ട് ഉള്ളൊരു സാന്നിധ്യം. അങ്ങനെ ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുകയും പിന്നീട് ഒരു നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനിയിലേക്ക് തന്നെയാണ് ബാംഗ്ലൂരിലേക്ക് പ്രിയസ്ഥിരയ്ക്ക് ജോലി കിട്ടിയത്. അതും മാർച്ച് 14 മെയ് 14 ഡേറ്റിൽ ഇൻ്റർവ്യൂ സാധിച്ചതും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആ പ്രാർത്ഥന കൈവപ്പ് ശുശ്രൂഷ വഴിയാണ് 14 എന്ന ഡേറ്റ് കിട്ടിയതുമെല്ലാം 7 എന്ന സിസ്റ്റത്തിലെ നമ്പർ കാണിച്ചതുമെല്ലാം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെയാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ മകൾ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത്.
അനിയന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ലൊരു അഡ്മിഷൻ കിട്ടാനായിട്ട്. അവിടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ ദൈവം നല്ലൊരു കോഴ്സ് ചെയ്യാൻ നൽകിയാണ് ഈ മകനെയും അനുഗ്രഹിച്ചത്. ഇതെല്ലാം ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ സാന്നിധ്യമാണ് ഈ മകളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. സുഗന്ധാഭിഷേകത്തിനായി അമ്മയുടെ ഒരു സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു. അവിടെ വീണ്ടും അമ്മ ആ സാന്നിധ്യമാണ് ഈ മകൾക്ക് നൽകിയത്. പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി അമ്മ ഈ മകള് അമ്മയുടെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിച്ചു. ഈ മാസം എൻ്റെ ബർത്ത്ഡേ ആണ്. അമ്മയുടെ ഗിഫ്റ്റായിട്ട് തന്നെയായിട്ടാണ് ഈ മകൾ പറയുന്നത്, ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റാണ് പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി അമ്മയുടെ സന്നിധിയിൽ ഇന്ന് വന്ന് നിൽക്കാൻ സാധിച്ചത്. ഇതെല്ലാം നടക്കുന്നത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കരുണയാണ്. ഇത് ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കുന്നു എന്ന ആ വചനമാണ് ശ്രീയുടെ ജീവിതത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്. നാം പല പ്രാവശ്യവും നമ്മുടെ ജീവിതാനുഭവങ്ങൾ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചങ്ങ് വിട്ട് കളയും. പക്ഷെങ്കിൽ നമ്മുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ കൂടെ ഇരിക്കുന്ന ഒരു അമ്മയാണ്. കൃപാസനം ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവ സ്ഥലമാണ്. ഇവിടെ എത്തുന്ന ഓരോരുത്തരും ദൈവ സാന്നിധ്യമാണ് അനുഭവിച്ചറിയുന്നത്. ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നൊരാശ്വാസം, ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം. കൃപാസനം അമ്മ നമ്മെ ഓരോരുത്തരെയും ആ അനുഭവങ്ങളിലേക്കാണ് നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. നമ്മുടെ ജീവിതവും ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. സ്ത്രീക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.